അവർ പണ്ടാരോ പറയും ബിഫോർ യു ജഡ്ജ് എ പേഴ്സൺ എൻറ്റർ ഹിസ് ഷൂസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എവറി കോൺഫ്ലിക്റ്റ് ദാറ്റ് കംസ് ടു ദ കോർട്ട്, എല്ലാ കേസുകളും കോടതിയിൽ വരുന്നത് അതൊരു ഹ്യൂമൻ ഇഷ്യൂ ആണ്. ആ വരുന്ന ആൾക്ക് അയാളുടെ ജീവിതം വെച്ചിട്ടാണ് ആ കേസുകൾ അയാളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ തമാശയ്ക്ക് പറയും, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മളടുത്ത് ഡോക്ടർ കാണുമ്പോൾ പറയണം, ഓ ഇതൊരു ചുമ മാത്രമല്ലേ, പനി മാത്രമല്ലേ, നിങ്ങൾ പൊക്കോളൂ, നോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ചോളം ആ സമയത്ത് നമ്മുടെ ആ ചുമയും പനിയും നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നുക. ഓ വയ്യ, ഐ എം ഫെഡപ്പ്, എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറയാണ്, സോറി ഇതൊരു പനിയല്ലേ, ഞാനത് ട്രീറ്റ് ഒന്നും ചെയ്യാറില്ല, പ്ലീസ് ഗോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മൾ ഓരോ ഫയലും. എവറി ഫയൽ ഇസ് എ ഹ്യൂമൻ ലൈഫ്, എവറി കേസ് ദാറ്റ് ഇസ് ബ്രോട്ട് ടു us ഇസ് എ ഹ്യൂമൻ ലൈഫ്. അതിനെ നമ്മൾ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരുടെ ഷൂസിലേക്ക് ഇറങ്ങിച്ചെന്നാണെങ്കിൽ എല്ലാത്തിനും ഒരു ശരിയുണ്ടാവും, എല്ലാത്തിലും ചിലപ്പോൾ കുറച്ച് തെറ്റും ഉണ്ടാവും. ദർ ആർ നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ എനി ലിറ്റിഗേഷൻ. എനിക്കറിയില്ല, ഞാനൊരു 1,00,000 കേസ് ഇതുവരെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കലി ഞാനൊരു 10,000-40,000 കേസ് തീർത്ത ഒരാളായിരിക്കും. അപ്പോൾ ഇത്രയും കേസുകൾ കേട്ടതിൽ ടേക്ക് ഇറ്റ് ഫ്രം മീ, ഒരു കേസ് പോലും എനിക്ക് 100% ശരിയാണെന്നോ 100% തെറ്റാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എവറിത്തിങ് ഈസ് ഗ്രേ, നോട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതിൽ രണ്ടിൻ്റെയും ഇടയിലൊരു ഷെയ്ഡായിരിക്കും എപ്പോഴും ഉള്ളത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വെൻ ടു ദി സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്. ആ കുട്ടികളെ കണ്ടപ്പോൾ ഐ വാസ് വെരി വെരി ഹാപ്പി, ബിക്കോസ് നമ്മുടെ അടുത്ത ജനറേഷൻ കുട്ടികളെ ഞാൻ കാണുന്നത്, ബ്രില്യൻ കുട്ടികൾ. അബൌട്ട് 600 സ്റ്റുഡൻസ് ഫ്രം ഓൾ ഓവർ കേരള, എല്ലാ സ്കൂളുകളിൽ നിന്നും അവിടെ ഉണ്ട്. ഞാൻ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു. തിയോഡോർ റൂസ്വെൽറ്റിൻ്റെ ഒരു വലിയ ഫേമസ് കൊട്ടേഷനാണത്. അത് കുട്ടികൾ കേൾക്കണം തോന്നി. ഐ തിങ്ക് ദി നെക്സ്റ്റ് ജനറേഷൻ ക്യാൻ ഓൾസോ ഹിയർ ഇറ്റ്. അതിൽ പറയുന്നത്, വാട്ട് ഈ സെഡ് വാസ് വെരി വെരി പോയിനറ്റ്. അദ്ദേഹം പറഞ്ഞത്, ജസ്റ്റിസ് consists in not being neutral between right and wrong. It is finding out the right wherever it is found and upholding it against the wrong. ഇതാണ് ശരിക്കും ജസ്റ്റിസിൻ്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കുറേ കാലമായിട്ട് വായിച്ചിട്ടുള്ളത്. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ഐ എം നോട്ട് സെയിങ് ദാറ്റ് വി ആർ ഓൾ പെർഫെക്റ്റ്. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ, ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നതും അത് തന്നെയാണ്. വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ആൻഡ് ഹോൾഡ് ഇറ്റ് എഗൻസ്റ്റ് ദ റോങ്. അതാണ് പ്രിൻസിപ്പൾ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അവരുടെ ഡിസിഷൻസിൽ പല 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 കാര്യങ്ങളുണ്ടാവാം. അവർക്ക് പല ഇൻട്രസ്റ്റ് അവർക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരുമായിരിക്കാം. അവർക്ക് അവരുടെ കൂടെയുള്ള ആൾക്കാരാണോ എതിരുള്ള ആൾക്കാരാണോ നോക്കേണ്ടി വരുമായിരിക്കാം. അവർക്ക് റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലയോ എന്ന് നോക്കേണ്ടി വരുമായിരിക്കാം. വോട്ട് ബാങ്ക് ആണോ അല്ലയോ നോക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഇറ്റ് കംസ് ടു ജുഡീഷ്യറി, റിയലി സ്പീക്കിംഗ്, ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. ഐ വെരി ക്ലിയർലി ആൻഡ് ഐ ബിൻ candid enough to call my petitioners who come to me as VIPs, and I still maintain they are VIPs.